നമസ്കാരം. ശാപം പിടിച്ച അവസ്ഥയാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിനിപ്പോൾ. അതിന് കീഴിൽ വരുന്ന ആശുപത്രികൾ താളം തെറ്റുമ്പോൾ ബലിയാടുകളാകുന്നത് സാധാരണ ജനങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സർജിക്കൽ ഉപകരണങ്ങൾ ഇല്ല എന്ന് പരാതി പറഞ്ഞ് രംഗത്തെത്തിയ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നൽകിയ അടിയുടെ ചൂട് ഒരു വിധത്തിൽ തണുപ്പിച്ചു വരുമ്പോഴാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണുള്ള മരണം സംഭവിച്ചിരിക്കുന്നത്. നമ്പർ 1 ആരോഗ്യ വകുപ്പ് ഇപ്പോൾ മോർച്ചറിയിലാണ്. മെഡിക്കൽ കോളേജുകളെല്ലാം ഇല്ലായ്മയുടെ നടുവിലാണെന്ന് പലവിധ റിപ്പോർട്ടുകളും മറനീക്കി പുറത്തു വരികയാണ് ഇപ്പോൾ. എന്നിട്ടും എല്ലാം വിളിപ്പിച്ചും ക്യാപ്സ്യൂളുകൾ ഇറക്കിയും മുഖ്യനടക്കം മുന്നോട്ട് തന്നെ. ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തലിൽ വീർപ്പ് മുട്ടിയിരുന്നവരെല്ലാം കൂട്ടത്തോടെ ആക്രമിച്ച് ഹാരിസിനെ ഒതുക്കി. ഇന്ന് ഹാരിസ് തന്നെ തനിക്ക് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ച് സർവ്വപാപവും തോളിലേറ്റി ശിക്ഷ ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇടുത്തി പോലെ സർക്കാരിനും ആരോഗ്യ വകുപ്പിനും മീതെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണിരിക്കുന്നത്. വീണയുടൻ മന്ത്രിയുടെ പ്രസ്താവനയും വന്നു, അത് ഉപയോഗയോഗ്യമല്ലാത്ത കെട്ടിടമായിരുന്നു എന്ന്. ഇതിന് പിന്നാലെയാണ് ഒരു സ്ത്രീയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ഇതോടെ മന്ത്രിയുടെ വിടുവായത്തരം വെളിവായി. തിരുവനന്തപുരവും കോട്ടയവും കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും ഇപ്പോൾ അപകട നിലയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. കേരളം ഇനി ഒരിക്കലും വിശ്വസിക്കില്ല വീണ ജോർജിൻ്റെ വാക്കുകൾ, മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. അനാസ്ഥകളെ തുറന്നു കാട്ടിയാൽ ചോദിക്കുന്നയാൾ നേരിടാൻ പോകുന്നത് കൊടിയ പീഡനമായിരിക്കും. കെട്ടിടത്തിനുള്ളിൽ പെട്ട് മരിച്ച സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുത്തത് 2.5 മണിക്കൂർ കഴിഞ്ഞാണെന്ന് ഓർക്കണം. ഇത് ആരുടെ പിടിപ്പുകേടാണ് വെളിവാക്കുന്നത്? മന്ത്രിക്ക് പ്രസ്താവന നടത്താൻ ഒരു മടിയുമില്ലായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾക്ക് നിർദ്ദേശം നൽകാതിരുന്നത്? ആരോഗ്യമുള്ള കൂട്ടിരിപ്പുകാരി ബിന്ദുവാണ് മരിച്ചത്. അപ്പോഴും മന്ത്രി പറയുന്നത് അടച്ചിട്ട കെട്ടിടമായിരുന്നു എന്നാണ്. ഇതെന്ത് ന്യായീകരണമാണ്? അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനം വൈകി എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് കാരണക്കാരി മന്ത്രിയാണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. ആ സ്ത്രീയുടെ ജീവന് ആരാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നത്? ആശുപത്രി കെട്ടിടങ്ങൾക്ക് സാധാരണ കെട്ടിടങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിപാലനവും ആവശ്യമാണ്. വലിയ യന്ത്രസാമഗ്രികളുടെ ഭാരം, തുടർച്ചയായ ഉപയോഗം, അണുബാധ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് അവയ്ക്ക് പ്രത്യേക രൂപകൽപ്പനയും പരിപാലനവും നൽകേണ്ടതുണ്ട്. അപകട സാധ്യതകളും പ്രത്യാഘാതങ്ങളും നേരിടാൻ സജ്ജമായിരിക്കണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ സംഭവം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ആശുപത്രി പൊളിച്ച JCB കയറ്റി രക്ഷാപ്രവർത്തനം നടത്തേണ്ടി വരുന്ന ഗതികേട് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത്തരം അപകടങ്ങൾ മനുഷ്യജീവൻ അപഹരിക്കുക മാത്രമല്ല, പൊതുജനാരോഗ്യ സംവിധാനത്തോടുള്ള വിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്പർ 1 എന്ന തള്ളുകൾക്ക് ഇനി പ്രസക്തിയില്ല. അത്യാഹിതം എന്തെങ്കിലും ഉണ്ടായാലും പ്രാണഭയം കൊണ്ട് സർക്കാർ ആശുപത്രി വിട്ട് ഉള്ളതെല്ലാം വിറ്റുപിറക്കി പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് ജനമിനി ഓടും. പണത്തേക്കാൾ ജീവന് വില കൽപ്പിക്കുന്നവരാണ് മനുഷ്യൻ. ആ മനുഷ്യന് വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരോഗ്യമേഖലയിലെ സിസ്റ്റം ശരിയല്ല. സിസ്റ്റത്തിൻ്റെ ഭാഗമായ മന്ത്രിക്കും പോരായ്മകളുണ്ട്.